ആണവായുധ ശേഷിയുള്ള ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി നടപ്പിലാക്കാൻ ഒരുങ്ങുകയായിരുന്നു പാകിസ്ഥാൻ. എന്നാൽ ഇതിൽ പാകിസ്ഥാന് ഉപരോധം ഏർപ്പെടുത്തി രംഗത്ത് വന്നിരിക്കുകയാണ് അമേരിക്ക. പാക് സർക്കാരിന്റെ കീഴിൽ വരുന്ന ആയുധ വികസന ഏജൻസികൾക്കുൾപ്പെടെയാണ് അമേരിക്കയുടെ ഉപരോധം ബാധകമാകുന്നത്. പാകിസ്ഥാന്റെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ നാഷണൽ ഡെവലപ്മെന്റ് കോംപ്ലക്സ് അക്തർ ആൻഡ് സൺസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. അതുപോലെ റോക്സൈഡ് എന്റർപ്രൈസസ് തുടങ്ങിയവയ്ക്കൊക്കെയാണ് അമേരിക്കയുടെ ഉപരോധം ബാധിക്കുന്നത്. കൂട്ടനശീകരണ ശേഷിയുള്ള ആയുധങ്ങളുടെ വ്യാപനം തടയുന്നതിന് വേണ്ടിയുള്ള നടപടിയുടെ ഭാഗമായിട്ടാണ് പാകിസ്ഥാന് മേൽ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയത്. അതേസമയം അമേരിക്കയുടെ ഈ ഉപരോധത്തോട് വളരെ കടുത്ത ഭാഷയിലായിരുന്നു പാകിസ്ഥാന്റെ പ്രതികരണം. അമേരിക്കയുടെ നടപടി തികഞ്ഞ പക്ഷപാതപരവും ദൗർഭാഗ്യകരവുമാണ് എന്നാണ് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം ഉപരോധ വാർത്തയോട് പ്രതികരിച്ചത്. ഈ മേഖലയിലെ പ്രാദേശിക സ്ഥിരതയ്ക്ക് ഉപരോധം ഭീഷണിയാകുമെന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. ഉപരോധത്തിൽപ്പെട്ട നാഷണൽ ഡെവലപ്മെന്റ് കോംപ്ലക്സ് ആണ് പാകിസ്ഥാന്റെ ദീർഘദൂര മിസൈൽ